ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരോടും എനിക്കൊരു സന്തോഷം പറയാനുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ചാനൽ 1K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് 1K എന്ന് പറയുന്ന ഈ ഒരു കടമ്പ ഒന്ന് ചവിട്ടാൻ കഴിഞ്ഞത്. അപ്പോൾ തുടർന്നുള്ള എൻ്റെ യാത്രയിലും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. നമ്മൾ ഓരോരുത്തരും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ആദ്യം ഒന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1K ആണല്ലേ. ആ ഒരു കടമ്പ എല്ലാവരും എത്രയും പെട്ടെന്ന് 1K ആവാത്തവരൊക്കെ കഴിയട്ടെ. കുറേ നാളായി 1K എന്നുള്ള സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കേട്ടോ. അവസാനം നിങ്ങളെല്ലാവരും കൂടിയിട്ട് എനിക്ക് 1K എന്ന് പറയുന്ന ആ ഒരു എൻ്റെ സ്വപ്നം സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള യാത്രയിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും എല്ലാവരും ഒന്ന് ശ്രമിക്കണം. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് വീട്ടിലുള്ള ദിവസമാണ്. പെങ്ങളും മക്കളും ആപ്പൻ്റെ മോളും എല്ലാവരും ഉണ്ട്. ഇതാ പുതിയൊരു അതിഥിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ടപ്പാട് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. പെങ്ങളാണ് കേട്ടോ എല്ലാം മുറിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ പെങ്ങളുള്ളതുകൊണ്ട് കുറച്ച് പണികളൊക്കെ എളുപ്പമാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ചേർത്തിട്ട് ചിക്കൻ മസാലയെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഇടയ്ക്ക് എല്ലാ സമയമല്ല ഇടയ്ക്ക് ചിക്കൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ അരിയെടുക്കുന്ന അളവ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു പാട്ട അരിയാണെങ്കിൽ ഒരു കപ്പ് അരിയാണെങ്കിൽ അതിന് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ പകുതിയോളാണ് കേട്ടോ അരിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് എടുക്കും വെള്ളം. ആ ഒരു ഒന്നും അതിൻ്റെ പകുതിയും അത്രയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ ചിക്കനെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇനിയിപ്പം നല്ല ചൂടെല്ലാം തണിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കുവേ. ഇപ്പം നമുക്ക് എങ്ങനെയാണ് റൈസ് വെക്കുക നോക്കാം കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, ഇതാ നമ്മളെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് ബ്രൗൺ നിറാകുന്നത് വരെ വാട്ടണം. അപ്പോൾ അതെല്ലാം വാട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ നെയ്യാണ് കേട്ടോ എടുക്കുന്നത്. നെയ്യോ ഓയിലോ അല്ല വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് വാട്ടാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ആ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഈ ഒരു ഇതായിട്ട് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആ അരിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിതാ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പം ഒരു മൂടി എടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ വെള്ളമെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരി ഇടണം കേട്ടോ. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഫ്ലെയിമെല്ലാം നല്ല കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതാ ആവിയെല്ലാം വരും കേട്ടോ നല്ലോണം. അന്നേരം ഈ ഒരു പരുവത്തിലുണ്ടാവുക കേട്ടോ. വെള്ളത്തോടെ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവുക. അരി വെന്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് എല്ലാം ചെയ്ത് കൊടുത്ത് ഒന്ന് ഇതേപോലെ അമർത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ വേവണം കേട്ടോ. ഇതുവരെ ഫ്ലെയിം കൂട്ടി വെച്ചു. ഇനിയിപ്പം നമ്മൾ ആ ഒരു അരി വെള്ളത്തോട് സമാവുമ്പോഴത്തേക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. അപ്പം ഇതാ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല പൊരി ചോറാണ്. ഇതാ നല്ല അടിയൊന്നും പിടിച്ചിട്ടില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഉണങ്ങ് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോറെല്ലാം ഒന്ന് തണിയുമല്ലോ. അപ്പോഴത്തേക്ക് നല്ല അടിപൊളി പാകത്തിനുള്ള ഒരു ചോറായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് അലങ്കാര പണികളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിലേക്ക് കളറിന് വേണ്ടിയിട്ട് വേറെ കളറോ എസൻസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് അപ്പോൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എല്ലാം എടുത്തൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ആ ഒരു മഞ്ഞ തന്നെ ഉണ്ടാവുക. ഈ കാണുന്ന ലൈറ്റ് ആയിരിക്കില്ല തുറക്കുമ്പം ഉണ്ടാവുക. നല്ല ഡാർക്ക് മഞ്ഞയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതാ കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ മല്ലിച്ചപ്പ് കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. മല്ലിച്ചപ്പ് ഇല്ലേനും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിട്ടിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നേരം എണ്ണയിൽ കിടന്നിട്ട് ചിക്കൻ വേവണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് നമ്മളെ മുളക് പൊടിയെല്ലാം ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യുക കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യല്. ഇവിടെ എല്ലാവർക്കും പൊരിച്ച തന്നെ വേണം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിക്കൻ തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതാ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഇതാ ഞാൻ ലേശം തൈരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാല അതെല്ലാം എടുത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണേ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തോ കേട്ടോ.
ഫ്രൈ ചെയ്ത ബിരിയാണിയിലെ പീസ് തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് നല്ലതാണ്. കാരണം ഒരുപാട് നേരം എണ്ണയിലെല്ലാം കിടന്ന് ഇങ്ങനെ ഫ്രൈ ആവുന്നതിലും നല്ലത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പിന്നെ വേവിച്ചിട്ട് ഒന്ന് മസാലയെല്ലാം തയ്യാറാക്കി ഫ്രൈ ചെയ്യുന്നതാണ്. കുറച്ച് പ്രൊസീജിയർ ഒന്ന് അധികം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ ടേസ്റ്റിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വേഗം പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടുമേ. അപ്പം വേഗം പെട്ടെന്ന് ഫ്രൈ ആയത് ഞാൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയുണ്ട് അതിൻ്റെ ബാക്കി, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, ഒന്ന് വേഗം വാടി കിട്ടാനാണ്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ചിക്കൻ വെച്ചിട്ട് വേവിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ മസാലയിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സീക്രറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇതിന് പ്രൊസീജിയർ കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി ടേസ്റ്റ് അപാരമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് അധികം വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് തന്നെ കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച ഗരം മസാലയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. ഇതിപ്പം പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ നോക്കണേ. പിന്നെ ഇതാ നമ്മളെ മസാല നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മസാല നമ്മളെപ്പോഴും ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ചെയ്യണം കേട്ടോ. അന്നേരമാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനാകുമ്പോഴത്തേക്ക് ആ ഒരു മസാല നല്ല അടിപൊളിയായിട്ട് ആ ഒരു ലൂസായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മൾ മസാല ഫുള്ളി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞ ചിക്കനെല്ലാം എടുത്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇറക്കി വെക്കാൻ പോകുമ്പോൾ മാത്രം ഇതിട്ടാൽ മതിയേ. അപ്പോൾ എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ഇതാക്കിയിട്ട് മസാല നമ്മളെ ചിക്കനിലേക്ക് ഒന്ന് നല്ലോണം ആവുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കേണ്ട ഇല പറിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് താഴെ വന്നതാണ് കേട്ടോ. നമ്മളെ വളപ്പിൽ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് വാഴയുണ്ട്. അപ്പം അതിലുള്ള ഇലകളെല്ലാം ഇങ്ങനെ പുഴുവെല്ലാം വന്ന് തിന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതെല്ലാം പിന്നെ നല്ലത് നോക്കിയിട്ട് ഞാനൊന്ന് പറിച്ചേ. പിന്നെ ഇലയെല്ലാം എടുത്തിട്ട് ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് മക്കൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. തേജും കുറച്ച് ടീമെല്ലാം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചതുകൊണ്ട് പിന്നെ അവർ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞ് അപ്പം ഞാനും ഒരു ഇളയ പെങ്ങളാണ് കേട്ടോ. ഇത് മൂത്ത പെങ്ങളെല്ലാം അമ്പലത്തിൽ പോയിട്ട് വന്നതാണ്. അപ്പോൾ ആപ്പൻ്റെ മോളും എല്ലാവരും ഉണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന കേട്ടോ. പിന്നെ നമ്മൾ തേജുവിന് ഫുട്ബോളിൻ്റെ കോച്ചിങ് ഉണ്ട് കേട്ടോ. അതിന് കൂട്ടിയിട്ട് ഞാൻ പോകുന്നതാണ്. വോയിസ് കൊടുക്കുന്ന നമ്മളെ മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഇടയിൽ ഒരു ചെറിയ കടകട ഒച്ചയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളത് അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ ലീവുള്ള ദിവസവും ഇവിടെ ക്ലാസ് ഉണ്ടാവേ. പിന്നെ അപ്പം സാർ എത്തിയിട്ടുണ്ടായില്ല. അപ്പം നമ്മളിതാ കുറച്ച് സമയം എല്ലാവരും അവിടെ നിന്ന് അപ്പോഴത്തേക്ക് പിന്നെ സാറെല്ലാം വന്ന കേട്ടോ. പിന്നെ ഇനിയിപ്പം ഞാൻ കുറച്ച് സമയം അവിടെ നിന്നിട്ട് വേഗം വന്നേ. പിന്നെ ഒറ്റക്ക് ഒന്നെങ്കിൽ അച്ഛൻ കൂട്ടാൻ വരും, അല്ലെങ്കിൽ പിന്നെ ബസ്സിന് വരും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം വീട്ടിലേക്ക് തിരിച്ച് വന്നേട്ടാ. പിന്നെ സന്ധ്യ ആയപ്പോൾ ഒരു ഓർഡർ വന്നേട്ടാ. പിന്നെ വന്ന ഓർഡർ കളയണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം ചെയ്തേ. ഒരു നെറ്റി ബബിൾ 1/2 kg കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കുന്നതാണ്. അപ്പോൾ നമ്മളെ മുട്ടയെല്ലാം നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. നല്ല ക്രീം പരിവായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതുപോലെയാണ്, അതുപോലെ തന്നെ വരണം കേട്ടോ. അപ്പോൾ ആ ഒരു സ്പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ടേസ്റ്റ് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ പിന്നെ സ്പഞ്ചിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനേ അടിക്കണ്ട കേട്ടോ. അടിപൊളി സ്പഞ്ചായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഓരോരോ പ്രൊസീജിയറായിട്ട് അങ്ങ് ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ കേക്കിന് പണിക്ക് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറിയെല്ലാം ആക്കുമ്പം വേഗം അങ്ങ് ഇറക്കി വെക്കാമല്ലേ. പക്ഷേങ്കിൽ ഇതിനൊരുപാട് പ്രൊസീജിയർ ഉണ്ട്. കേക്ക് ഒന്ന് ചൂട് തണിയണം, അങ്ങനെയുള്ള ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഞാനിതാ നട്ടി ബബിൾ കേക്കാണ് നേരത്തെ പറഞ്ഞിനല്ലോ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൂസ്റ്റ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ചോക്ലേറ്റ് ഗണാഷി ഉണ്ട്, ക്രീമുണ്ട്, ചോക്കോ ചിപ്സ് ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സ്പഞ്ച് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാനൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ നമ്മളെ സ്പഞ്ച്. അപ്പോൾ നമ്മൾ നട്ടി ബബിൾ കേക്കിൻ്റെ ഫില്ലിങ്സ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ കേക്കിനെ 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പാലും ബൂസ്റ്റും മിക്സ് ചെയ്ത സിറപ്പാണ് കേട്ടോ. നമ്മൾ ഷുഗർ സിറപ്പിന് പകരം യൂസ് ചെയ്യുന്നത്. അപ്പം അതൊരുപാടൊന്നും വേണ്ട, വാനില സ്പഞ്ച് ആയതുകൊണ്ട് കുറച്ചേ വേണ്ടേ. പിന്നെ ലെയറിൽ ഇതാ കുറച്ച് ക്രീം ഒന്ന് നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്തതായിട്ട് ഓരോ കേക്കിനും ഓരോ ഫില്ലിങ്സ് ആണല്ലോ. അപ്പോൾ നട്ടി ബബിളിൻ്റെ ഫില്ലിങ്സ് ഇതൊക്കെയാണ്. കുറച്ച് കാഷ്യൂ ഉണ്ട്, പിന്നെ
പിന്നെ കുറച്ച് ബദാമും എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതാ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ അതും കൂടി സ്പാച്ചില വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നല്ലോണം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സാണ് കേട്ടോ ഇടുന്നത്. അതും ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഫൈനലായിട്ട് ഇതാ കുറച്ച് ബൂസ്റ്റും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയിൽ എല്ലാ ഭാഗത്തേക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി കേക്കാണ്, നല്ല റിച്ച് ടൈപ്പ് കേക്കുമാണ് കേട്ടോ. നമ്മളെ നട്ട്സിൻ്റെയും ചോക്കോ ചിപ്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും എല്ലാം ഒരു ഫ്ലേവർ വായിലോട്ട് അലിഞ്ഞിറങ്ങുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.